ഹലോ മക്കളെ, നമ്മുടെ ICAR കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ, അതായത് 14-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണി തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫ്രൈഡേ, അതായത് വരുന്ന 17-ാം തീയതി വരെ രാത്രി 11:50 വരെ. ഓക്കെ, അപ്പോൾ രാത്രി 11 മണി അല്ല 11:50 വരെ, അത് 12-ഓട് അടുപ്പിച്ചോട് ഈ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആകുകയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന്, സീറ്റ് മെട്രിക്സ് നിങ്ങൾക്ക് ഡിസ്പ്ലേഡ് ആവും. അതായത് ഓരോ യൂണിവേഴ്സിറ്റിയിലും എത്ര സീറ്റ്സ് അവൈലബിൾ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുന്നതിനെയാണ് സീറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഓരോ കാസ്റ്റിനും ഓരോ ജനറൽ സെക്ഷൻ അങ്ങനെയുള്ള ഓരോ റിസർവേഷൻ കാറ്റഗറിയിലും എത്ര സീറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ സീറ്റ് മെട്രിക്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം, അതായത് കൗൺസിലിംഗ് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ചോയ്സ് ഫില്ല് ചെയ്യാം. അതുപോലെ കോഴ്സസ് നിങ്ങൾക്കറിയാം, പല കോഴ്സസിന് വേണ്ടിയിട്ടാണല്ലോ ഇത് നടക്കുന്നത്. അഗ്രികൾച്ചർ ഉണ്ട്, BSc അഗ്രികൾച്ചർ, BSc ഹോർട്ടിക്കൾച്ചർ, BSc ഫോറസ്ട്രി, അതുപോലെ സെറികൾച്ചർ, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സയൻസ്, അങ്ങനെ ഒരുപാട് കോഴ്സസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് കോഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ കൊടുക്കണം, അങ്ങനെയുള്ള ചോയ്സ് ഫില്ലിങ്ങും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഓൺലൈൻ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. ഒപ്പം അവർ പറയുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമാണിത്. ഫ്രൈഡേയോടുകൂടി ഈ ഒരു എന്താ പറയുക, ഈ ചോയ്സ് ഫില്ലിങ്ങും ബാക്കി ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ എന്ത് ചെയ്യാൻ പോവുകയാണ്, കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. സോ കറക്റ്റ് പറഞ്ഞാൽ ഒരു 3 ദിവസമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് തന്നെ ചെയ്യുക. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ സെലക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞതാണ്. ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസിൻ്റെ ചെറിയൊരു ചേഞ്ച് വന്ന ലിസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഓർത്തിരിക്കുക, ഒരു ടോപ്പിലുള്ള യൂണിവേഴ്സിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്കുള്ള യൂണിവേഴ്സിറ്റിയിൽ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയോറിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റി വേണം ഏറ്റവും മുകളിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ 17-ാം തീയതി നിങ്ങളുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാറ്റർഡേ, സൺഡേ, മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേ ആകുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഓക്കെ, സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയാണ്. കാരണം യൂണിവേഴ്സിറ്റിയിലേക്കാണല്ലോ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു സീറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളെ ഇനി കോൺടാക്ട് ചെയ്യുന്നത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിരിക്കും. സോ അവിടെ നിന്നും ചിലപ്പോൾ ചില ക്വറീസ്, ചില ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറയും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരത് അപ്ലോഡ് ചെയ്യാൻ പറയും. അങ്ങനെ അവർ പറയുന്ന ആ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുന്നത് ICAR അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് യൂണിവേഴ്സിറ്റിയാണ് ഇനി നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ടേക്ക് ഓവർ ചെയ്യുന്നത്. സോ അവർ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ അതൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജ് മതി, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കാം. ഒപ്പം നിങ്ങൾക്ക് ഫർദർ റൗണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും അവിടെ ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലും പങ്കെടുക്കാൻ സാധിക്കും. അല്ല, നിങ്ങൾക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റി തന്നെ ധാരാളമാണെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് കിട്ടിയ സീറ്റ് മതി, ഫ്രീസ് ചെയ്യാമെന്ന് പറയും. ഫ്രീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പിന്നെ വേറെ റൗണ്ടുകൾ നിങ്ങൾ പിന്നെ പങ്കെടുക്കാൻ സാധിക്കില്ല. അതിൽ ഫ്രീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലും നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ട് അതായത് ഇത് 24-ാം തീയതി വരെ ആയിരിക്കും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതായത് 21-ാം തീയതി ട്യൂസ്ഡേ, ചൊവ്വാഴ്ച നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരുന്നു. ഫ്രൈഡേയോടുകൂടി ഈ പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ആകുന്നു. അടുത്ത മൺഡേ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. ആ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലും ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിന് മൺഡേ, ട്യൂസ്ഡേ 2 ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ട്യൂസ്ഡേ കൊണ്ട് അത് ഫ്രീസ് ചെയ്യണം അല്ലെങ്കിൽ ലോക്ക് ചെയ്യണം. അല്ല, ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3rd റൗണ്ടിൽ പങ്കെടുക്കാം. 3rd റൗണ്ട് വരുന്നത് ഫ്രൈഡേ ആണ്. ദെൻ സാറ്റർഡേ കൊണ്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ 4th റൗണ്ടിലേക്ക് കിടക്കും. അത് ട്യൂസ്ഡേ ആണ്. അത് തേഴ്സ്ഡേ ആകുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യും. സോ ഈ ഒരു രീതിയിൽ നവംബർ 6 4 റൗണ്ടും കംപ്ലീറ്റ് ആവുകയാണ്. ഈ 4ാമത്തെ റൗണ്ടിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഫ്രീസ് ചെയ്തേ പറ്റൂ. ഇഫ് യു ആർ ഗെറ്റിംഗ് എ യൂണിവേഴ്സിറ്റി, നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടുണ്ട് എങ്കിൽ 4ാമത്തെ റൗണ്ടിൽ ഫ്രീസ് ചെയ്തേ പറ്റൂ. കാരണം അതർവൈസ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ നിന്ന് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഫ്രീസ് ആകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലാസ്റ്റ് റൗണ്ടിൽ വരുന്ന യൂണിവേഴ്സിറ്റി ഏതാണോ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. കാരണം നിങ്ങൾക്കിനി മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഒരു സീറ്റും കിട്ടാത്ത കുട്ടികളുണ്ടാവും. അവർക്കാണ് മോപ്പപ്പ് റൗണ്ട് എന്ന് പറയുന്ന 5ാമത്തെ റൗണ്ടിലേക്ക് പോകുന്നത്. സോ അതായിരിക്കും ലാസ്റ്റ് റൗണ്ട്. അവിടെ നിങ്ങൾക്ക് വീണ്ടും സീറ്റ് മെട്രിക്സ് കാണിക്കും. അതായത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ സീറ്റ് ഒഴിവുണ്ട് എന്നുള്ളത്.
അത് നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ് ഒഴിവുള്ള യൂണിവേഴ്സിറ്റി ഏതെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഒന്നുകൂടി ചോയ്സ് ഫില്ല് ചെയ്യാം, ഫ്രഷ് ആയിട്ട് ചോയ്സ് ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓർഡറൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും സീറ്റ് അലോട്ട്മെൻറ്റും അതുപോലെ ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം നടത്തിയതിന് ശേഷം 14-ാം തീയതി, അതായത് നവംബർ 14 നമ്മുടെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുകയാണ്. സോ ഈ ഒരു രീതിയിലായിരിക്കും ICARൻ്റെ കൗൺസിലിംഗ് തുടങ്ങുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 14-ാം തീയതി ഒക്ടോബർ 14 തുടങ്ങി നവംബർ 14 എൻറ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുകയാണ്. സോ കറക്റ്റ് ഒരു മാസമാണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ICAR ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാത്തവർ എത്രയും വേഗം ചെയ്യുക, കാരണം ഫ്രൈഡേ ആണ് ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ് അപ്ലോഡേഷനൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഇനി എടുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം എടുക്കുക. മാക്സിമം ഇന്നും നാളെയും കൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, സോ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഹറി ബറി വേണ്ട, കൃത്യമായിട്ട് ചെയ്യൂ. നിങ്ങൾ വിചാരിക്കുന്ന യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള സീറ്റ് മെട്രിക്സ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ചോയ്സ് ഫില്ലിങ്ങും കൃത്യമായിട്ടൊക്കെ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മറ്റൊരു ന്യൂ ടോപ്പിക്ക് വരുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ അത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നോട്ടുള്ള വീഡിയോസ് കൃത്യമായിട്ട് കാണുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.